വാർത്തകളിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തും. 8 പരാതികളാണ് DGPക്ക് ലഭിച്ചിട്ടുള്ളത്. അതേസമയം ഇരകളായ ആരും തന്നെ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള ചില പരാതികളാണ് ലഭിച്ചത്. ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, ഇതുവരെ പരാതിക്കാർ ഒന്നും മൊഴി നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അവരൊന്നും പരാതി നൽകിയിട്ടില്ല. ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൊക്കെയുള്ള ആ ഒരു വിവരണങ്ങൾ, ആ വാർത്തകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് പോലീസിന്റെ നടപടിക്രമങ്ങൾ ഇനി മുന്നോട്ട്? വലിയ തരത്തിൽ ചർച്ചയായ അതിജീവതകൾ ആരും തന്നെ ഇതുവരെയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിട്ടില്ല. ചില മാധ്യമങ്ങളിലൂടെ അവരുടെ ശബ്ദരേഖകൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ശബ്ദരേഖകളുടെ അടിസ്ഥാനത്തിലാണ് ചില പരാതികൾ DGPക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 8 പരാതികൾ, അത് കൂടാതെ 3 പരാതികൾ കൂടി, 3 പേരുടെ കൂടി മൊഴി ഇപ്പോൾ രേഖപ്പെടുത്താനാണ്. അതായത് റെനി, ഒപ്പം അവന്തിക, ഹണിഫാസ്, ഈ 3 പേരുടെയും മൊഴി രേഖപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഈ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതുവരെ കിട്ടിയ 8 പരാതികളിൽ അതിജീവതകൾ ആരും തന്നെ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇനി ആദ്യം ഈ ശബ്ദ രേഖകൾ പരിശോധിക്കണം. അതിനായി ഒരു പ്രത്യേക സൈബർ സംഘത്തിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ അങ്ങനെ ഒരു സൈബർ സംഘം കൂടിയുണ്ട്. അവർ ശബ്ദരേഖകൾ പരിശോധിച്ച് അത് യഥാർത്ഥമാണോ, അതല്ലെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഡബ്ബിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുക. ആദ്യഘട്ടത്തിൽ ഈ മാധ്യമങ്ങളിൽ നിന്നും ചില ഏജൻസികളിൽ നിന്നൊക്കെ പുറത്തു വന്ന ഈ ശബ്ദരേഖകൾ പരിശോധിക്കും. അതിന് പിന്നാലെ കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് സംഘം പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നു. അവരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം. അതേസമയം ഇതിനെ ഒരു രാഷ്ട്രീയ നീക്കത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇതിൽ ആർക്കെങ്കിലും കുറ്റം ആരോപിച്ചിട്ടുള്ള ആളുകൾ ആരും തന്നെ നിലവിൽ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. അത്തരത്തിൽ പരാതിക്കാരുണ്ടെങ്കിൽ ആ പരാതിക്കാരുടെ പരാതി പരിശോധിക്കുന്നതിലും ഒപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുന്നതിലും തെറ്റില്ല എന്ന് പറയുമ്പോഴും ഈ ഇരകൾ പരാതി നൽകാത്ത സാഹചര്യത്തിൽ കൂടുതൽ കോൺഗ്രസിനെ ശക്തമായ രീതിയിൽ ആക്രമിക്കുന്ന ഒരു നീക്കം CPIMൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാം തന്നെ വിലയിരുത്തുന്നതും പറയുന്നതും. നിലവിലെ സാഹചര്യത്തിൽ ഈ ശനിയാഴ്ച മുതൽ മൊഴി രേഖപ്പെടുത്താനായിരുന്നു തീരുമാനം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന്തിക, ഹണി, ഒപ്പം റിനി ജോർജ്, ഈ 3 പേരുടെയും മൊഴിയായിരിക്കും ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുക. അതിനുശേഷം കൂടുതൽ ആളുകളെ, അല്ലെങ്കിൽ പരാതിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ തന്നെ മൊഴികൾ രേഖപ്പെടുത്തും. ഒപ്പം പാലക്കാട് നിന്നുള്ള പരാതി കൂടി, അതായത് മഹിളാ മോർച്ച പ്രവർത്തക നൽകിയ പാലക്കാട് നിന്നുള്ള പരാതി കൂടി ഈ കൂട്ടത്തിൽ പരിഗണിക്കും. അവരുടെയും മൊഴി രേഖപ്പെടുത്തും. അങ്ങനെ മൊഴികൾ ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തും. പിന്നീട് ശബ്ദരേഖയുടെ ശാസ്ത്രീയമായ പരിശോധന നടത്തും. തൊട്ടു പിന്നാലെ ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ സംഭവങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് വ്യക്തമായ രേഖകൾ കിട്ടിയതിന് ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടവുമായുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുക. നിലവിൽ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു നീക്കം നടത്താനാണ് ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അടൂരുള്ള വീട്ടിൽ തുടരുകയാണ്. ഇന്നലെയോടുകൂടി ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള A ഗ്രൂപ്പ് അംഗങ്ങൾ പാലക്കാട് ഒരു യോഗം ചേർന്നിട്ട് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു നീക്കം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. കാരണം പാലക്കാട്ട് എത്താതിരുന്നാൽ അത് ഒരു വലിയ തരത്തിലുള്ള തിരിച്ചടിയാവും. അത് പാർട്ടിക്കും ഗ്രൂപ്പിനും വല്ലാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ശക്തമായി തിരിച്ചു കൊണ്ടുവന്ന് ഈ രാഷ്ട്രീയ രംഗത്ത് തന്നെ നിർത്തണം എന്നൊരു നിലപാട് ആണിപ്പോൾ A ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിന് KPCC നേതൃത്വമോ അല്ലെങ്കിൽ അവിടുത്തെ DCC, പാലക്കാട് DCC നേതൃത്വമോ പിന്തുണ നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം 6 മാസത്തേക്കാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്തേക്ക് നിർത്തിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഈ പാർട്ടി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നതിന് ഒരു യോജിപ്പ് KPCC നേതൃത്വത്തിന് ഇല്ല. അത് മാത്രവുമല്ല, മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ വലിയ തരത്തിലുള്ള വിയോജിപ്പ് ഈ കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ
മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് അതൊരു വിവാദമുണ്ടാക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ KPCC നേതാക്കന്മാർക്ക് താല്പര്യമില്ല. തൽക്കാലം അത് രാഹുൽ മാങ്കൂട്ടം പാർട്ടി വിട്ട് നിൽക്കട്ടെ എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ A ഗ്രൂപ്പാണ് ചില സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരുവാൻ ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എത്ര കണ്ട് വിജയം വരിക്കും എന്നുള്ളതൊന്നും ഒരു വ്യക്തതയില്ല. എന്തായാലും A ഗ്രൂപ്പ് വലിയ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനും പ്രതിരോധങ്ങൾ ഉയർത്താനുമൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. അതിൽ പക്ഷേ KPCC ഇന്നലെ തന്നെ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നിരുന്നെങ്കിൽ തന്നെയും ഇത്തരം വിഷയങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്തില്ല. ഓൺലൈനായിട്ടുള്ള യോഗത്തിൽ KPCC DCC പുനഃസംഘടന അപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങളൊന്നും ചർച്ചയായതുമില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകും. ശക്തമായ അന്വേഷണം ഉണ്ടാകും. ഒപ്പം ഈ ശബ്ദരേഖകൾ പരിശോധിക്കും. അതിന് ശാസ്ത്രീയമായ പരിശോധന നടത്തും. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി നിയമ ഉപദേശങ്ങൾ കൂടി തേടിയതിനു ശേഷം മാത്രമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് അന്വേഷണം വരിക. ഒപ്പം അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുക. ബിനോയ്, ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. KPCC അധ്യക്ഷൻ പറഞ്ഞതനുസരിച്ച് രാജിയുടെ തീരുമാനം ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ പാർട്ടിയല്ല അത് തീരുമാനിക്കേണ്ടത്, വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാക്കുകൾ ഉയർത്തിയവർക്കെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണവും നേരിടുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു നീക്കം, ഈ ഒരു പോലീസ് നീക്കത്തിനെതിരെ അതൊരു രാഷ്ട്രീയ ആയുധമായി രാഹുൽ പക്ഷത്തുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങുമോ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു പക്ഷം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടെ നിൽക്കുന്ന ചില പക്ഷക്കാരുണ്ട് കോൺഗ്രസിൽ. അപ്പോൾ അവരുടെ നീക്കങ്ങൾ ഇനി അങ്ങോട്ടുള്ളത് എങ്ങനെയായിരിക്കും? അവരിതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുമോ എന്നുള്ളതൊക്കെയും ചോദ്യമായി നിലനിൽക്കുന്നുണ്ട് അല്ലേ ബിനോയ്? നിലവിൽ A ഗ്രൂപ്പിലെ ചെറിയൊരു വിഭാഗം മാത്രമാണ് ഇത്തരത്തിൽ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധ കവചം തീർക്കുകയും വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ളൊരു നീക്കം നടത്തുകയും ചെയ്യുന്നത്. പക്ഷേ അതിന് KPCC നേതൃത്വത്തിൻ്റെ അംഗീകാരം ഇല്ല. അത്തരത്തിൽ ഒരു നീക്കം നടത്തിയാൽ തന്നെ വലിയ തരത്തിലുള്ള വിയോജിപ്പ് പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഇവർ നേരിടേണ്ടി വരും. കാരണം പാർട്ടി ഒന്നടങ്കം എടുത്ത ഒരു തീരുമാനമായിരുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിൽ വളരെ വേഗത്തിലൊരു തീരുമാനം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാറില്ല. വലിയ തരത്തിലുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് വരുന്ന പതിവ്. എന്നാൽ ഏകദേശം 3 ദിവസത്തിനുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. പ്രതിഷേധം ശക്തമായതിന് തൊട്ട് പിന്നാലെ തന്നെ പാർട്ടിയിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി നിർത്തിയിരിക്കുന്നു. ആ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി നിർത്തിക്കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് നിയമസഭയിലോ മറ്റു പരിപാടികളിലോ ഒന്നും തന്നെ പങ്കെടുക്കാനുള്ള അർഹതയോ യോഗ്യതയോ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് MLA സ്ഥാനം തൽക്കാലം രാജിവെച്ചില്ല എങ്കിലും അയാൾ MLA ആണെങ്കിൽ പോലും പക്ഷേ ഈ ഇത്തരത്തിൽ നിയമസഭാ സമ്മേളനങ്ങളിലോ മറ്റോ ഒന്നും പങ്കെടുക്കാൻ കഴിയുകയില്ല. ഇതുമായി ബന്ധപ്പെട്ട കത്തുകളൊന്നും തന്നെ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ KPCC നേതൃത്വത്തിലുള്ളവരോ ഒന്നും തന്നെ സ്പീക്കറെ അറിയിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ഈ സെപ്റ്റംബർ 15-നാണ് നിയമസഭാ സമ്മേളനം ചേരുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ കൃത്യമായൊരു അറിയിപ്പ് കിട്ടിയിട്ടുമില്ല. അതേസമയം ഇത്തരത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ KPCC അധ്യക്ഷൻ ഒരു കത്ത് കൊടുക്കുന്നു. അതായത് ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നതിനാൽ നിയമസഭാ നടപടികളിൽ നിന്നും ഒഴിവാക്കി നിർത്തണം എന്നൊരു കത്ത് സ്പീക്കർക്ക് നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്പീക്കർ ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അതേസമയം പാർട്ടിയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ മറ്റൊരു വിലക്കും നിലവിൽ ഇല്ല. അതാണ് ചെറിയ ഒരു വിഭാഗമാണെങ്കിൽ പോലും ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള യുവ നേതാക്കന്മാരുടെ ഒരു ശക്തി ഇതിന് പിന്നാലെ ഉണ്ട്. കാരണം നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായും പ്രതിരോധിക്കുന്ന തരത്തിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ പ്രവർത്തിച്ചതും പറഞ്ഞതുമെല്ലാം തന്നെ. അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടുകൂടി ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നിരിക്കുന്നു എന്ന മട്ടിലാണ് സംസാരിക്കുന്നത്. അതേസമയം KPCCയിലെ മുതിർന്ന നേതാക്കന്മാർ ഇതൊരു ചെറിയ കാര്യമായി കാണുന്നില്ല. വലിയ തരത്തിൽ ഇത് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് ഈ സംഭവത്തെ ന്യായീകരിക്കാൻ തയ്യാറാകുന്നില്ല. കർശന നടപടി വേണം എന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷനും എല്ലാം തന്നെ ശക്തമായി നിലകൊള്ളുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് ഉടനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പമാകില്ല. ഒപ്പം അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ വലിയ തരത്തിലുള്ള വിയോജിപ്പും എതിർപ്പും കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. ശരി, D ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്.